വാർത്തകൾ തുടരുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ഉപരോധ ഇളവ് അമേരിക്ക പുതുക്കി. ഏപ്രിൽ 11 അവസാനിച്ച ഇളവ് ഒരു മാസത്തേക്ക് കൂടി നീട്ടി. ഇളവ് പ്രകാരം മെയ് 16 വരെ റഷ്യൻ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്ന എണ്ണ ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്ക് വാങ്ങാം. ഹോർമൂസ് പ്രതിസന്ധി തുടരുന്നതിനാൽ ആഗോളതലത്തിലുള്ള ഇന്ധനക്ഷാമം കണക്കിലെടുത്താണ് ഈയൊരു തീരുമാനം. ഇളവ് നീട്ടില്ലെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ബുധനാഴ്ച പറഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ടാണ് US ട്രഷറി വകുപ്പ് ലൈസൻസ് പുതുക്കിയത്. ഇറാൻ എണ്ണ വാങ്ങുന്നതിന് വിലക്ക് തുടരും. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ഉപരോധ ഇളവ് ഇപ്പോൾ അമേരിക്ക പുതുക്കിയെന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 11 അവസാനിച്ച ഇളവ് ഒരു മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ഇളവ് പ്രകാരം മെയ് 16 വരെ റഷ്യൻ കപ്പലുകൾ കെട്ടിക്കിടക്കുന്ന എണ്ണ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു ഇളവാണ് ഉപരോധ ഇളവ് അമേരിക്ക പുതുക്കിയിട്ടുള്ളത്. ഏപ്രിൽ 11 ഇത് അവസാനിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഇളവ് പ്രകാരം മെയ് 16 വരെ ഈ ഒരു റഷ്യൻ കപ്പലുകളിലെ എണ്ണ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വാങ്ങാമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഹോർമൂസ് പ്രതിസന്ധി തുടരുന്നതിനാൽ ആഗോളതലത്തിലുള്ള ഇന്ധനക്ഷാമം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇളവ് നീട്ടില്ലെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ബുധനാഴ്ച പറഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ടാണ് US ട്രഷറി വകുപ്പ് ലൈസൻസ് പുതുക്കിയിട്ടുള്ളത്. ഇറാൻ എണ്ണ വാങ്ങുന്നതിനുമൊക്കെ വിലക്ക് തുടരും. എന്തായാലും ഇളവിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഉള്ള ഉപരോധ ഇളവ് അമേരിക്ക പുതുക്കിയിരിക്കുന്നു. ഏപ്രിൽ 11 അവസാനിച്ച ഇളവ് മെയ് 16 വരെയാണ് നീട്ടിയിട്ടുള്ളത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ അവ്യക്തത. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ കാലയളവ് 10 ദിവസത്തേക്ക് കടലിടുക്ക് തുറന്നെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രസ്താവിച്ചെങ്കിലും അങ്ങനെയല്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. മുൻപ് കടലിടുക്ക് തുറക്കണമെന്ന പ്രസ്താവനയിൽ നിന്ന് ഇറാൻ പിന്നാക്കം പോയെന്നാണ് സൂചന. ഇറാൻ വിപ്ലവ ഗാർഡുകളുടെ സമ്മർദ്ദമാണ് നിലപാട് മാറ്റത്തിന് കാരണം. ട്രംപും നിലപാട് കടുപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. വെടിനിർത്തൽ അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് കരാറിലെത്തിയില്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തുറമുഖങ്ങൾക്കുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണ്. ഇറാനുമായുള്ള കരാറിനെ കുറിച്ച് ട്രംപ് തെറ്റായ വിവരങ്ങളാണ് പറയുന്നതെന്ന് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. യുറേനിയം ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന ട്രംപിന്റെ അവകാശവാദവും ഇറാൻ തള്ളി. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ പലായനം ചെയ്ത് ലെബനൻകാർ തിരികെ എത്തി തുടങ്ങി. ലെബനനിൽ ആക്രമണം നടത്തുന്നതിന് ഇസ്രായേലിന് വിലക്കുണ്ടെന്നും ട്രംപ് അറിയിച്ചു. ഹോർമൂസ് തുറക്കണമെന്ന വാർത്തകൾ വന്നതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. വില 10% ഇടിഞ്ഞത് ബാരലിന് $83. ബ്രെന്റ് ക്രൂഡിന്റെ ബാരലിന് $90 കുറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം വട്ട സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് റിപ്പോർട്ട്. ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ആണ് വാർത്ത പുറത്തുവിട്ടത്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കാലാവധി ബുധനാഴ്ചയാണ് അവസാനിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനും തുർക്കിയും മുൻകൈയെടുത്താണ് രണ്ടാം വട്ട ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നത്. ചർച്ചകളുടെ ഭാഗമായി പാക് പട്ടാള മേധാവി അസിം മുനീർ ഇറാൻ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. പൂനെയിൽ ഇന്ത്യൻ യുദ്ധവിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ റൺവേ താൽക്കാലികമായി അടച്ചു. വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണെന്നും മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും വ്യോമസേന അറിയിച്ചു. പൂനെയിൽ വെള്ളിയാഴ്ച രാത്രി 10:25 ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ചക്രങ്ങൾ വിന്യസിക്കുന്നതിലുണ്ടായ തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നുള്ള ആഭ്യന്തര രാജ്യാന്തര സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിമാന
വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണെന്നും മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും റൺവേയിലെ തടസ്സം നീക്കി വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വ്യോമസേനയും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മഹോളും അറിയിച്ചു.